നമ്മുടെ പണ്ടത്തെ ബോളിവുഡ് ഹീറോയിൻസിനൊക്കെ നിനക്ക് ഓർമ്മയുണ്ട്? നല്ല ടോപ്പ് ഹീറോയിൻസ് ആയിരുന്നു. നമ്മുടെ ശ്രീദേവി, ഹേമമാലിനി. ഹേമമാലിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, പണ്ടത്തെ ഡ്രീം ഗേൾ ആയിരുന്നു, എല്ലാവരുടെയും മനസ്സിലെ ഡ്രീം ഗേൾ ആയിരുന്നു ഹേമമാലിനി. അപ്പൊ ഇവരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഹേമമാലിനി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കൂടുതൽ അമ്മവേഷവും അത് ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷ് അതിലെ സ്റ്റോറി എന്ന് പറയുമ്പോൾ നിനക്ക് അറിയാമല്ലോ, അതിൻ്റെ അത് പുറത്തു പോയി സെറ്റിൽ ആവുന്നു, ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ആൾ പോയി പുറത്തു പോയി സെറ്റിൽ ആവുന്നു, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും സ്ട്രഗ്ലിങ്, അങ്ങനെയുള്ള നല്ലൊരു ഫിലിമായിരുന്നു, നല്ല വിജയം തന്നെ ആയിരുന്നു അത് എന്തായാലും. അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ പണ്ട്, ഭയങ്കര പക്ക ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഈ അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടായി, ആ ഫംഗ്ഷനിൽ ഇവര് തമ്മിൽ ഒരു കൂടിക്കാഴ്ച അതൊന്നും അല്ല ഉണ്ടായത്. ഇവര് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിച്ചിട്ടില്ല. ഉറപ്പാണ് എന്തൊക്കെയോ വേറെ ഇടയിൽ ഉണ്ട്. എന്തായാലും ശ്രീദേവിന്റെ ഒരു കിടിലം സോങ് നമുക്കിപ്പോ കാണാം. ഈ സമയത്ത് എന്തായാലും നമുക്കൊരു കിടിലം ശ്രീദേവി സോങ് കാണാം. നമ്മുടെ ഈ പ്രിയങ്ക ചോപ്രയും കങ്കണയും ഇവര് ഏത് ടൈമിൽ അടിയാണല്ലോ. ശരിക്കും ഒരു കാറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയാം, അറിയാലോ മറ്റേ ഫാഷൻ ഫിലിം. അതിൽ തന്നെ ഇവർക്ക് ഞാനാണ് ബെസ്റ്റ് ആയിട്ട്, നല്ല റോൾ എനിക്കാണ്, ഞാനാണ് ടോപ്പ്. അല്ലേ പറഞ്ഞിട്ട് കാര്യം, നമ്മൾക്ക് കൂടുതലായിട്ട് എന്താ പറയാ കണ്ടുകൊണ്ടിരിക്കുകയും ഒരു എന്താ പറയുക. ഓഫ് കോഴ്സ് എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. അപ്പൊ ഇതൊക്കെ തന്നെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അറിയാലോ ഫാഷൻ അത് മുതൽ തുടങ്ങിയ സംഭവങ്ങളാണ് ഇവര് തമ്മിൽ. ഇപ്പൊ അതിനെ ക്രിഷ് വരെ ഫിലിം എന്തായാലും റിലീസ് അറിയാലോ. അപ്പൊ ഈ അടി ഇവിടം വരെ എത്തി. പ്രിയങ്ക ചോപ്ര പറയണ ഈ ഫിലിമിലെ മെയിൻ റോൾ നല്ല സൂപ്പർ ഹീറോയിനായിട്ട് ചെയ്യണം ഞാനാണ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ കങ്കന പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ റോളൊന്നല്ല, അവള് നിസ്സാരമായിട്ടുള്ളൊരു ഇതല്ലേ ചെയ്യണം, മെയിൻ റോൾ ചെയ്യണം ഞാനാണ്, വില്ലത്തിയായിട്ട് തന്നെ എന്നെയാണ് മെയിൻ റോൾ, അല്ലാണ്ട് അവൾക്ക് ഇതിന്റെ അവളെന്ന് ഉദ്ദേശിച്ചത് നിന്നെന്നല്ല, പ്രിയങ്ക ചോപ്രേനാണ്. അപ്പൊ ഇവര് തമ്മിലൊരു ഫൈറ്റ് പോലെ. എന്തായാലും നമ്മളാണ് ഇപ്പൊ ക്രിസ്ത്രീ ഇറങ്ങി, നമുക്കറിയാം അതിൻ്റെ അകത്ത് മെയിൻ റോള് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കണ ആർക്കാണ്, പ്രിയങ്കക്കാണ്, കങ്കനക്കാണ് എന്നുള്ളത്. എന്തായാലും നമുക്ക് പടം കണ്ടിട്ട് കൊടുക്കാം. എന്തെങ്കിലും ഞാൻ ഇപ്പൊ തന്നെ പറയണോ ആരാണെന്ന്? പരീക്ഷ ഒന്നും വേണ്ട. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ടാറ്റ ബൈ പറയാൻ സമയമായിരിക്കുകയാണ്. എന്തായാലും ഒരു ലോഡ് ന്യൂസുമായിട്ട് ഇനി അടുത്ത ആഴ്ച കാണാം അല്ലേ. Until then, you people take care. It's me, Sriya, and Bashi. Signing off. Ta-ta. Bye bye.